സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഒരു വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലാണ്. ആ വൈറലായ വീഡിയോയിലെ താരമാണ് എനിക്കൊപ്പമുള്ളത്, പ്രഭാവതി അമ്മ. എല്ലാവരും പ്രഭ ചേച്ചി എന്ന് വിളിക്കും അല്ലേ? നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നുമാണ് ആ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വടകരയുള്ള ഒരു ബ്ലോഗറാണ് ആ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മേ, അപ്പം എല്ലാവരും ഇപ്പം ഈ വീഡിയോ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഒരാൾ വണ്ടി കയറ്റി വരുന്നു. ഇപ്പം നമ്മളൊക്കെ കോഴിക്കോട്ടുകാരാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ആരും അങ്ങനെ കാര്യമായിട്ടൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. നമുക്ക് നടന്ന് സംസാരിച്ചാലോ, നടത്തിയിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് തോന്നാൻ കാരണം? ഞാൻ ഇത് അനുഭവിക്കുന്ന ആളാണ്. ഇപ്പോഴല്ല, ദിവസങ്ങളോളായിട്ട്, മാസങ്ങളോളം, വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവിടെ ഈ റോഡ് ഇങ്ങനെ ഓപ്പണായി കുറച്ച് കൂടി ട്രാഫിക് ജാമായപ്പം സ്ഥിരം കാഴ്ചയാണ്. ഞാൻ 1-2 പ്രാവശ്യം ഇതിൻ്റെ അനുഭവസ്ഥയാണ്. ഒരു പ്രാവശ്യം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ട്രാഫിക് പോലീസ് കമ്മീഷണർക്ക്, അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് നോർത്തിൽ, അത് മാലൂർക്കുന്നിൻ്റെ മുകളിൽ. അത്രയും എനിക്കൊരു ഒരു സംഭവം എൻ്റെ കൈക്ക് തട്ടുകയും ചെയ്തു. അവൻ എന്നെ വല്ലാതെ ഒരു എന്താ പറയുക, തള്ളെ മറ്റേ പ്രാന്തത്തി എന്തൊക്കെയോ വിളിച്ചെന്നെ. അപ്പോൾ ഞാൻ അവൻ്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്തു. എനിക്ക് ദേഷ്യം വരും ഇതിന് മുൻപ്. ഇവിടുന്ന് അത് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഫൈനുണ്ട്. അവനോട് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഫൈൻ അടിക്കും, പിന്നെ ക്ലാസ്സിലിരുത്തും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സർക്കാരിൻ്റെ പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോൾ സാർ എന്നെ വിളിച്ചു. അത് അവനെ വിളിച്ചപ്പോൾ എന്നോട് സാറ് വിളിച്ചു, നിങ്ങൾക്ക് ഇവനെ കാണണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവനെ കാണണ്ട, ഞാൻ കണ്ടതാണല്ലോ. അപ്പോൾ അവനെങ്ങനെ ഇടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ തള്ളാനും ചന്ദ്രനും പറഞ്ഞാൽ ഞാൻ വിടുമോ? ഞാൻ വിടില്ല. അപ്പോൾ അയാൾ സാറ് ചിരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് കാണണ്ടല്ലോ എന്ന് ചോദിച്ചു. അവനെ വേണ്ട, നിങ്ങളെന്താ വെച്ചാൽ ആക്ഷൻ എടുത്താൽ മതിതാണ്. പിന്നെ അത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് നേരെ തിരുവനന്തപുരത്ത് പോകുമല്ലോ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകും. അപ്പോൾ അവരവിടുന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോകും. അപ്പോൾ അവിടുന്ന് വിട്ടത് സാറ് വിളിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് ശരിക്കും എപ്പോഴാണ്? ഇന്നലെയല്ലേ? ഇന്നലെയാണോ? അതോ അന്നത്തേതോ? അല്ല, ഇന്ന് ഈ വീഡിയോ വൈറലായി മെഞ്ഞാന്ന്. ഉച്ച സമയമാണ്. ഞാനിവിടെ കാശ് കൊടുക്കാൻ പോകും. എൻ്റെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, ചെറിയ വാഷിംഗ് മെഷീൻ്റെ ചെറിയത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പൈപ്പ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അവിടെ നിന്ന് അവൻ സാധനം വാങ്ങിച്ചു വന്ന് പൈസ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ അങ്ങോട്ട് നടന്നു പോവുക അത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവിടെ മേഴ്സി കോളേജിൻ്റെ അടുത്താണ്. അപ്പോഴാണ് എൻ്റെ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് സംഭവം. ഞാൻ ഈ ഒന്നാമത് വെയിലത്ത് പോകുന്ന ദേഷ്യമുണ്ട്, കാലിന് വയ്യാത്ത ഇതൊക്കെ ഉണ്ട്. നമ്മളൊരു സ്വാഭാവികമാണല്ലോ അതൊക്കെ. അപ്പം മൂപ്പര് എന്നോട് പറയുന്നത് മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് സ്വാഭാവികം, എനിക്ക് സമയം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പ്രതികരിക്കാധികം. അപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ല കാര്യമായിട്ട്. ഞാൻ എങ്ങോട്ട് മാറിക്കാന്ന് ചോദിച്ചു. ഇത് റോഡല്ലേ അങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇതിലേ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അതിൽ ഇതിലെങ്ങൾക്ക് പോകാനല്ല, നമുക്ക് പോകാനുള്ള വഴി നിങ്ങൾ ഇങ്ങനെ മാറണമെന്ന്. അതെന്താ നിങ്ങൾ നിയമം പറയണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണെന്നാണ്, എൻ്റെ വഴി ഇതാണ്. അങ്ങനെ അവന് ഞാനായിട്ട് കുറച്ച് തർക്കിച്ചപ്പോൾ ഫോണൊക്കെ എടുക്കാനുള്ള ബുദ്ധി ആരോ പറഞ്ഞത്? അല്ല, അത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്തുണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക് ഫോട്ടോ. ഞാൻ എടുക്കാറുണ്ട്, എൻ്റെ ഫോട്ടോ ഉണ്ട്. ഇവരോട് ചോദിച്ചു നോക്ക്, ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഇല്ലേ? ഞാനിടയ്ക്ക് ഫോട്ടോ എടുക്കാറുണ്ട്. ഇവിടെ മാത്രമല്ല, ആ റോഡിൻ്റെ മുകളിൽ അവിടെ ഉണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. അവിടെ കൊണ്ടുപോയി ബൈക്ക് നിർത്തിയിരുന്ന കാൽനട യാത്രക്കാരന് വഴിയില്ല. അപ്പോൾ റോഡും കൂടി നന്നാക്കേണ്ടതുകൊണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ അതിൻ്റെ പേരിലൊരു കോംപ്രമൈസ് ആവുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വഴി കൂടെ പോകണമല്ലോ, ഞാൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയല്ല. അപ്പോൾ അയാൾ തർക്കിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ അയാൾ നിങ്ങൾ നിയമം പറയുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ നിയമമല്ല. അപ്പോൾ ആണ് ഞാൻ എൻ്റെ ഫോൺ എടുക്കുന്നത്, നമ്പർ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അപ്പോൾ അവർക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ. ആ പേടി വന്നു അവന്. അപ്പോൾ അവൻ വണ്ടി എടുത്ത് ബാക്കോട്ടെടുത്ത് പോകുമ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. അങ്ങനെയുണ്ട്, രണ്ടും ആവാം. എനിക്ക് വേണമെങ്കിൽ തോന്നിയാൽ വേണമെങ്കിൽ കൊടുക്കും ഞാൻ. പക്ഷേ ഞാനിത് വിചാരിച്ചിരുന്നത് നമ്മളിത് ഒന്ന് ചർച്ച, ഞങ്ങൾ അയൽക്കൂട്ടമൊക്കെ ഉണ്ട്, ഞാൻ അയൽക്കൂട്ടത്തിലുള്ള അംഗമാണ്. അപ്പോൾ ആ അയൽക്കൂട്ടത്തിൽ ചർച്ച ചെയ്യണം. നമ്മൾ പോലീസ് കമ്മീഷണർക്ക് കൊടുക്കണം, സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇവിടെ ഹോസ്പിറ്റലുള്ളതാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, രാവിലെ വൈകുന്നേരം ഒക്കെ രോഗികൾ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അത് നമ്മളൊന്ന് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണിത് എന്തോന്ന് പറഞ്ഞ പോലെ അത് വേറൊരു ഇതിലേക്ക് പോയി. അതെനിക്ക് എന്താ ചെയ്യുന്നത്? ഞാനെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, റിട്ടയർഡ് ആയതാണോ, അല്ലെങ്കിൽ വാർഡനായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു. അതൊക്കെ 2-3 വർഷം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, 3 വർഷം എറണാകുളത്തുണ്ടായിരുന്നു, പിന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ പ്രൊമൻസൊക്കെ പോയി ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമാണ്. പണ്ട് ഞാൻ കുറച്ച് പൊളിറ്റിക്സിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചില്ലറക്കാരിയല്ല എന്ന് പറയാം. അപ്പം അവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു ആർജവം? അല്ല, അവിടുന്ന് ഒന്നുമല്ല, എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. കാരണം ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഗൈഡാണ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം എൻ്റെ അമ്മാവനും എൻ്റെ ഏട്ടനൊക്കെ അത്യാവശ്യം ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി, അതിന് എന്നെ ചെറുപ്പത്തിൽ അവരതിനൊക്കെ
വിടാറുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അന്നത്തെ കാലത്ത് സൈക്കിൾ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് വയസ്സായില്ല. അപ്പോൾ അന്നത്തെ കാലം ആലോചിച്ച് നോക്കും. ചെറുപ്പത്തിൽ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. 70 മുമ്പ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. ലൈസൻസ് ഒന്നും എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ അത് എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചോ? എത്രയാൾ എൻ്റെ ഹോസ്റ്റലിലെ പിള്ളേർ അപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ അതാ ഫോൺ വാങ്ങിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ശ്രീമതി ഭട്ട് എന്ന് പറയുന്ന നമ്മളെ മാതൃഭൂമിയിലുള്ള ഒരു, അവരൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ അവൾ വിളിച്ചു. അവരെ മാതൃഭൂമിക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ചോദിച്ചിട്ട് പ്രവേശിച്ച്. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിട്ട് വരുന്നു പറഞ്ഞു. അവർ വന്നു റിപ്പോർട്ട്. അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നു, എൻ്റെ ഫാമിലിയിൽ ആൾക്കാർ, ചെറിയ കൊച്ചുമോൻ, എൻ്റെ ഏട്ടൻ്റെ മോനെ അപ്പോൾ വിളിച്ചത്. പ്രവേശിച്ച് ആരെയും വണ്ടി ചവിട്ടിച്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. സന്തോഷമായി? സന്തോഷമല്ല, അറിഞ്ഞുവല്ലോ ഇത് ഉണ്ട്. ഹിന്ദുവിൽ വന്നല്ലോ, 2 ആഴ്ച മുമ്പ് വന്നു ഹിന്ദുവിൽ ഈ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഈ റോഡാണ് കൊടുത്ത ഫോട്ടോ. പക്ഷെ ഞാൻ കണ്ടില്ല. എന്നോട് നമ്മളെ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ഒരു അഡ്വക്കേറ്റ് BP സുശീലയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാണാൻ പറ്റിയില്ല. ഞാൻ ഹിന്ദു അങ്ങനെ ഇസ്ലാമിൽ വായിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൽ സന്തോഷമുണ്ട്, എല്ലാവരും അറിഞ്ഞല്ലോ. അതായത് ഇവിടെ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തി അല്ലേ, ഈ ഒരു കാരണം കൊണ്ട്. പക്ഷെ ഇതിനെന്തൊരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോഴും സംശയം തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടണം, ഇതും കൂടി അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പെട്രോൾ അവർക്ക് വേറെ കൊടുക്കുക, 2 വീലേഴ്സിന് വേറെ കൊടുക്കുക, നമുക്ക് വേറെ സ്ഥലം തരാം. തല ഇഷ്ടം പോലെ എടുക്കാണ്ടല്ലോ, ഇതൊക്കെ സ്ഥലമല്ലേ അല്ലേ? അങ്ങനെ ആവാം. അത് അധികാരികളല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. പക്ഷെ നമുക്ക് പ്രതികരിക്കണം. ഒന്നുകിൽ പ്രതികരിക്കുന്നവരോട് ഒരു മെൻ്റലി സപ്പോർട്ട്. അതങ്ങനെ ഞാൻ കൈ ഇങ്ങനെ ആക്കുന്നില്ല. ഇതിലെ പോകുന്നവർ അപ്പം ഞാൻ വർത്തമാനം പറയും. പലപ്പോഴും ഉണ്ട്, ഞാൻ പറയും ഇങ്ങനെ ആക്കിയാൽ പോരാന്ന് പറയും. നമ്മൾക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ട് ചിലവർ പറയുക എന്താണെന്ന് അറിയോ, മാറിക്കൊടുത്താളിന്ന് പറയും. മെല്ലെ വന്നിട്ട് രോഗ്യം പറയുന്ന മാറിക്കൊടുത്തോട്ട് പോയിക്കോട്ടെ ഇപ്പോഴല്ലേ എന്ന് ഞാൻ പറയാം. പറ്റില്ല. അങ്ങനെയൊക്കെ പ്രതികരിക്കാറുണ്ട്, അല്ലാതെ അപ്പം എന്തായാലും അടിപൊളി ആവട്ടെ. അപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. കൂടുതൽ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ഭരണതലങ്ങളിലൊക്കെ ഇത് കൂടുതൽ ചർച്ചയാകട്ടെ. അതല്ലേ വേണ്ടത് അല്ലേ? നല്ല ഭരണതലത്ത്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ അമ്മയാണ് താരം. ഇങ്ങനെ പ്രതികരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ മനസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കോളുകളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അമ്മ മുന്നോട്ട് വെച്ച ഒരു സന്ദേശം, അത് ഒരു എന്താ പറയുക, എല്ലാവരും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടണം, കൃത്യസമയത്ത് പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മാത്രമേ അതിന് തക്കതായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? പ്രതികരിക്കാതിരിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ടല്ലോ. ഒന്ന്, സ്ത്രീകളെ നമ്മളെ പഠിപ്പിച്ചതൊക്കെ വേറൊരു ഇതിലാണ്. ഒന്ന് അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോഴത്തെ തലമുറ മാറുന്നുണ്ടെങ്കിൽ പോലും അത് ആവശ്യത്തിനാവുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. അവരെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അവർ പ്രതികരിക്കുന്നുണ്ടാകും. പക്ഷേ അതായത് ഒരു സമൂഹത്തിന് വേണ്ടി അവർ അത്രത്തോളം പ്രതികരിക്കുന്നുണ്ടെന്നുള്ളൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പിന്നെ പുരുഷന്മാരെന്താണെന്ന് ഇപ്പം ഞാൻ അതിൽ ഇടപെട്ടാൽ വെറുതെ പുല്ലപ്പാലാവും, മറ്റം പറയും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പുലിവാലാവും അത്. പിന്നെ അതിൻ്റെ വഴി അടക്കണം. ഇതിനിപ്പോൾ നമുക്ക് നേരല്ല, നമുക്ക് നമ്മളെ വാട്ടിൽ പോകാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നവരുണ്ട്. ചിലർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു കൈ അടിച്ചു പോകും, അത്രയേ ഉള്ളൂ. എന്തായാലും അതൊരു നല്ല സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.